ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടോട്ടൽ സ്റ്റേഷനെ പറ്റി പറഞ്ഞു, അതേപോലെ തന്നെ ഇ ഡി എമ്മിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇ ഡി എം പറഞ്ഞ സമയത്ത് ഞാനതിൻ്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഫിഗർ ഞാൻ വെച്ചത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇ ഡി എം ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു ഫിഗർ. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇ ഡി എമ്മിൻ്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഏത് രണ്ട് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇ ഡി എം യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ടോട്ടൽ സ്റ്റേഷനെ പറ്റി പറഞ്ഞു അല്ലേ? പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പിൾ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ടൈം എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോവേവ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് നമ്മുടെ ഇ ഡി എം എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്മിറ്റ് ചെയ്ത് തിരിച്ച് അവിടെ നമ്മുടെ ഒരു റിസീവറിൽ തട്ടി തിരിച്ച് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള ഒരു ഫേസ് ഡിഫറൻസ് എത്രയാണെന്ന് വെച്ചിട്ടാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെലോസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി ഓഫ് ദാറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇ ഡി എമ്മിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു. ദെൻ ടോട്ടൽ സ്റ്റേഷൻ എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ സ്റ്റേഷൻ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ അപ്ലിക്കേഷൻസ് ഒന്നും പറഞ്ഞില്ല അല്ലേ? ഓക്കെ, അപ്പം ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെയും ഇ ഡി എമ്മിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇ ഡി എം യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്റ്റൻസ് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഇലക്ട്രോണിക് തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ട് ആംഗിൾസ് മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തിയോഡലൈറ്റും ഇലക്ട്രോണിക് തിയോഡലൈറ്റും തമ്മിലൊരു ഡിഫറൻസ് എന്താണ്? ഇലക്ട്രോണിക് തിയോഡലൈറ്റിനകത്ത് നമുക്ക് അവർ ആംഗിൾ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് തരും. നമ്മൾ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് ഡിസ്പ്ലേയിൽ നമുക്ക് കാണിച്ചു തരും ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു സ്റ്റേഷൻ സർക്കിൾസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് ഇ ഡി എം എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഡിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് ഇ ഡി എം ആണ്. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസും അതേപോലെ തന്നെ അത് തമ്മിലുള്ള ആംഗിളും ടോട്ടൽ സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഓരോ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് നമ്മൾ ഒരു റെഫറൻസ് കോർഡിനേറ്റ് ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കും. ആ റെഫറൻസ് കോർഡിനേറ്റിനനുസരിച്ച് ബാക്കിയുള്ള ഓരോ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് ടോട്ടൽ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്ത് നമുക്ക് തരും. ഓക്കെ, അപ്പോൾ അത് കുറച്ച് എലാബറേറ്റ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ് ടോട്ടൽ സ്റ്റേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സർവേ ക്യാമ്പ് ഉണ്ട്. ടോട്ടൽ സ്റ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ട് ഒരു സർവേ ക്യാമ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ടോട്ടൽ സ്റ്റേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്, ഓരോ പോയിന്റിന്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ ഡിസ്കസ് ചെയ്യും. പക്ഷെ ഇപ്പോൾ ഇവിടെ നമുക്ക് തിയറി ക്ലാസ്സിനകത്ത് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. അത് കാരണമാണ് ഞാൻ ഒത്തിരി അങ്ങ് പോവാത്തത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത സെമസ്റ്ററുകളിലായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ അത് ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ടോട്ടൽ സ്റ്റേഷൻ്റെ ഒരു ഫിഗർ. ടോട്ടൽ സ്റ്റേഷൻ വിത്ത് പ്രിസം യൂസ് ചെയ്യാതെ നമ്മൾ ചെയ്യാറുണ്ട്. ദെൻ പാർട്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാർട്സ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഈ 14 പാർട്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഒരുവിധം പാർട്സ് ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ചില എക്സ്ട്രാ പാർട്സുകൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ദെൻ സെറ്റിംഗ് അപ്പ് ആൻഡ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ്. സെറ്റിംഗ് അപ്പും ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ തിയോഡലൈറ്റിൽ ചെയ്ത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രോണിക്കലി നമ്മൾ ലെവലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ ട്രിപ്പോഡിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യണം. ദെൻ സ്വിച്ച് ഓൺ ചെയ്യണം. നമുക്ക് സാധാ ഒരു തിയോഡലൈറ്റിൻ്റെ കേസിനകത്ത് അതൊന്നും വരുന്നില്ല. കാരണം തിയോഡലൈറ്റിനകത്ത് മെക്കാനിക്കലിയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇവിടെ ഇലക്ട്രോണിക്കലി ആണെന്ന് മാത്രം. അത് കാരണം നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ സ്വിച്ച് ഓൺ ചെയ്യണം. ദെൻ നമ്മൾ അതിനെ ലെവൽ ചെയ്യണം. അപ്പോൾ ലെവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക് ബബിൾ സ്ക്രീനിനകത്ത് കാണും. അപ്പോൾ സ്ക്രീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലാതെ ഒരു ലെവലും നമ്മുടെ തിയോഡലൈറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിൽ നമുക്ക് ഇലക്ട്രോണിക് ബബിൾ കാണും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ട്രിപ്പോഡ് ലെഗും അതുപോലെ തന്നെ ഫുഡ് സ്ക്രൂസും യൂസ് ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ട് ലെവൽ ചെയ്യാം.
റിപ്പോർട്ടിലൊക്കെ അപ്രോക്സിമേറ്റ് ലെവലിങ്ങിനാണ്. ഫുഡ് സ്ക്രൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടും ലെവൽ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സെന്ററിങ് ചെയ്യണം, ദെൻ ലെവലിംഗ് ചെയ്യുക, ദെൻ ഫോക്കസിങ്. അപ്പോൾ ലെവലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫോക്കസിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഫോക്കസിങ് നമ്മൾ സാധാ തിയോഡലൈറ്റിനകത്ത് ഏതൊരു ടെലസ്കോപ്പ് എങ്ങനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും ഫോക്കസ് ചെയ്യുന്നത്. ഒരു വൈറ്റ് പേപ്പർ നമ്മുടെ തിയോഡലൈറ്റ് ടോട്ടൽ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ, ടെലസ്കോപ്പിന്റെ ഫ്രണ്ടിലായിട്ട് വെക്കുക. ദെൻ ഐ പീസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ക്രോസ് ഹെയർ ഒക്കെ കൃത്യമായിട്ട് കാണുന്നില്ലേ നോക്കുക. ദെൻ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നോക്കിയിട്ട് നമുക്ക് ഫോക്കസിങ് ഓഫ് ദ ഒബ്ജക്റ്റീവും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് എഴുതുക. എന്താ സെന്ററിങ് എഴുതാട്ടോ ഫസ്റ്റ്. ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ്, ഇപ്പം നിങ്ങൾ ടോട്ടൽ സ്റ്റേഷനെ പറ്റി എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ എന്താ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറിയോ അറിയില്ലേ എന്നുള്ളതല്ല. ഇപ്പോൾ ടോട്ടൽ സ്റ്റേഷനെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ സ്റ്റേഷനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളെല്ലാം മാർക്കിനനുസരിച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്റ്റേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെ കോമ്പിനേഷൻ ആണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും ടോട്ടൽ സ്റ്റേഷൻ, ആ 3 കാര്യങ്ങൾ ആദ്യം എഴുതുക. ദെൻ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ്, മാർക്ക് ഒരു 8 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ മാർക്കിനനുസരിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. എപ്പോഴും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കുക. ടോട്ടൽ സ്റ്റേഷനെ പറ്റിയിട്ട് ഒരു 6 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് എഴുതുക. 8 മാർക്കിന് ചോദിച്ചാൽ അതിനനുസരിച്ചിട്ട്, 2 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് ടോട്ടൽ സ്റ്റേഷനെ പറ്റി എഴുതാൻ അറിവുണ്ടായിരിക്കണം. ഓക്കെ, അതായത് 2 മാർക്കിന് എഴുതാനാണ് ബുദ്ധിമുട്ട്, കാരണം അത്രയും കാര്യങ്ങൾ അറിയാം. അപ്പം നമ്മൾ എന്ത് എഴുതണം എന്നുള്ളത്, 2 മാർക്കിന് എന്ത് എഴുതണം എന്നുള്ളത് നമ്മളുടെ എബിലിറ്റിക്ക് അനുസരിച്ചിരിക്കും. അതായത് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാർക്കിന് നമുക്ക് എന്തൊക്കെ എഴുതാം, കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് EDM ആണെന്നൊരു പോയിന്റ് എഴുതാം. സെക്കൻഡ് പോയിന്റ് 2 പോയിന്റ് എഴുതിയാൽ മതി. സെക്കൻഡ് പോയിന്റ് നമുക്ക് എന്തൊക്കെ മെഷർ ചെയ്യാം, ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും അതുപോലെ തന്നെ സ്ലോപ്പ് ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു equipment ആണ്. ഈ 2 കാര്യങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, 4 മാർക്കിന് അതുപോലെ മാർക്കിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക കേട്ടോ. ദെൻ മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസസ് വിത്ത് ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചിട്ട് ഡിസ്റ്റൻസ് മെഷർമെന്റ് വളരെ ഈസിയാണ്. കാരണം നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലേസർ എമിറ്റിംഗ് ആയിട്ടുള്ള ഒരു equipment ആണ്. അതിനകത്ത് നിന്ന് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് നമുക്കൊരു പോയിന്റിന്റെ ആ പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് കാണുന്നതുണ്ട്. അതൊരു ഷോർട്ടർ ഡിസ്റ്റൻസിലൊക്കെ ഉള്ള ഒരു പോയിന്റ് ആണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടോട്ടൽ സ്റ്റേഷനകത്തുള്ള ലേസറിന്റെ ഒരു കീ ഉണ്ട്, ലേസർ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കീ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേസർ ഓൺ ആവും. എന്നിട്ട് നമുക്ക് ആ പോയിന്റ് ട്രിഗർ ബട്ടൺ യൂസ് ചെയ്തിട്ട് ട്രിഗർ ഓർ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ പോയിന്റ് ഡിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി ടോട്ടൽ സ്റ്റേഷനകത്ത് കാൽക്കുലേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്തേലും ഫസ്റ്റ് ടോട്ടൽ സ്റ്റേഷൻ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക, സെന്റർ ചെയ്യുക, ലെവൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ പവർ ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ മെഷർ പ്രോഗ്രാംസിൽ മെഷർ ഓർ ട്രിഗർ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏത് പോയിന്റ് ആണോ വേണ്ടത് ആ പോയിന്റിലേക്ക് ലേസർ കൃത്യമായിട്ട് പോയിന്റ് ചെയ്യുക. അപ്പോൾ തന്നെ ആ ഡിസ്റ്റൻസ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഡിസ്റ്റൻസ് ആണ് എപ്പോഴും നമുക്ക് തരുന്നത്. മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് അവരതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തത് മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് ടോട്ടൽ സ്റ്റേഷൻ. ഡിസ്റ്റൻസ് അല്ല കേട്ടോ, മെഷർമെന്റ് ഓഫ് ഏരിയ ആണ്. മെഷർമെന്റ് ഓഫ് ഏരിയ വിത്ത് ടോട്ടൽ സ്റ്റേഷൻ. ഒരു സിംഗിൾ ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു റേഡിയേഷൻ മെത്തേഡ്, ഇപ്പം നിങ്ങളൊരു പ്ലെയിൻ ടേബിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മൾ റേഡിയേഷൻ്റെ മെത്തേഡ് പോലെയാണ്. ഒരു സിംഗിൾ സ്റ്റേഷനിൽ നിന്നും ബാക്കി എല്ലാ പോയിന്റ്സും ആക്സസിബിൾ ആണെന്നെങ്കിൽ നമുക്ക് വിസിബിൾ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊസീജിയറിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ ഇത് നമ്മൾ സെന്ററിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെന്ററിൽ അല്ലാണ്ട് പ്ലേസ് ചെയ്യുകയും ചെയ്യാട്ടോ, ഇവിടെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇതൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ 2 മെത്തേഡിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ABCDEF എന്ന് പറഞ്ഞിട്ടുള്ള 5 പോയിന്റുകൾ ഉണ്ട്. അപ്പോൾ ഈ 5 പോയിന്റിന്റെയും 6 പോയിന്റിന്റെയും എന്ത് കണ്ടുപിടിക്കണം, നമുക്ക്
പോയിന്റ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ക്ലോസ്ഡ് ട്രാവേഴ്സിന്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ദ ടോട്ടൽ സ്റ്റേഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് the boundaries of the field can be visible at a single station. അതായത് ഒരു സിംഗിൾ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഈ പോയിന്റുകളെല്ലാം വിസിബിൾ ആയിരിക്കണം. ഓക്കെ, അതായത് ടോട്ടൽ സ്റ്റേഷനിൽ ഇരിക്കുന്ന ആ ഒരു സ്റ്റേഷനിൽ നിന്നും എല്ലാ പോയിന്റ്സും വിസിബിൾ ആയിരിക്കണം. അങ്ങനെ വേണം നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ സെറ്റ് ചെയ്യാനായിട്ട്. Then after setting the total station at a convenient place, mark the station on the ground. അത് ടോട്ടൽ സ്റ്റേഷൻ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്ത ആ പ്ലേസ് നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. Then perform the temporary adjustments. എന്തൊക്കെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ്? സെന്ററിങ് ചെയ്യാം, then ലെവലിംഗ് ചെയ്യാം, then ഫോക്കസിങ് ചെയ്യാം. അങ്ങനെ 3 ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്യാം. Then select area survey from the menu. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ സ്റ്റേഷൻ ഓൺ ചെയ്യണം, പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാമിൽ നിന്നും എന്ത് എടുക്കാൻ പറ്റും? ഏരിയ മെഷർമെന്റ് എടുക്കാൻ പറ്റും. പ്രോഗ്രാമിൽ നിന്ന് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐക്കൺ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർ പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ആദ്യമേ സർവേ തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു ടോട്ടൽ സ്റ്റേഷനിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റേഷൻ ഡീറ്റെയിൽസ് ഫസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതായത് അതിൻ്റെ കോർഡിനേറ്റ്സ്, നമ്മൾ ഇരിക്കുന്ന ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെഫറൻസ് സ്റ്റേഷനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും ബാക്കി പോയിന്റിൻ്റെ കോർഡിനേറ്റ്സും ഹൈറ്റ്സും ഒക്കെ അവർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ ഇരിക്കുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആദ്യം അതിനകത്തോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നോർത്തിങ്ങും ഈസ്റ്റിങ്ങും നോർത്തിങ്ങും അതുപോലെ ഹൈറ്റും. ഓക്കെ, അപ്പോൾ റെഫറൻസ് കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ ഈസ്റ്റിങ്ങും നോർത്തിങ്ങും ഹൈറ്റും ആയിട്ട് എടുക്കുന്നത് 1000 × 1000 × 100 ആണ്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളൊന്ന് ഒരു റെഫറൻസ് ഹൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ആ റെഫറൻസ് ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മീൻ സീ ലെവലിൽ നിന്നും ഒരു 100 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഒരു ആ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു അസംഷനാണ്. ദെൻ നമ്മൾ അവിടുന്ന് താഴേക്കുള്ള മെഷർമെന്റ് ഒക്കെ 99, 90 അങ്ങനെയാണ് പോവുക. പിന്നെ ആ ഒരു റെഫറൻസ് സ്റ്റേഷനിൽ മുകളിലേക്കുള്ള മെഷർമെന്റ് എടുക്കുമ്പോൾ ഒരു 100, 101 അങ്ങനെ എടുക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസ് ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മൾ ഈ കോർഡിനേറ്റ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർത്തിങ്ങും അതുപോലെ ഈസ്റ്റിങ്ങും ഹൈറ്റും കോർഡിനേറ്റ്സ് ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് പ്രിസം എൻ്റർ ചെയ്ത് കൊടുക്കണം. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ട് തൊട്ട് നമ്മുടെ ട്രിപ്പോഡിന്റെ ഹൈറ്റ്. ഓക്കെ, ട്രിപ്പോഡിന്റെ സെന്റർ വരെയുള്ള ആ ഒരു ഹൈറ്റ് നമ്മൾ ടേപ്പോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്തിട്ട് അത് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ പ്രിസത്തിന്റെ ഹൈറ്റ് എത്ര? ഒരു 1.5 മീറ്റർ ഒക്കെ ആയിരിക്കും സാധാരണ ഒരു പ്രിസം ഉണ്ടാവുക, 1.5 or 1.2. അപ്പോൾ ഒരു 1.2 മീറ്റർ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അവർ ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചോദിക്കും. പക്ഷേ അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത് നിങ്ങൾ ചെയ്യുമ്പോൾ പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ എൻ്റർ ദ നെയിം ഓഫ് ദ പോയിന്റ് എ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. നമ്മൾ ഫിഗറിൽ കാണുന്ന പോലെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എ പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫിക്സ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് പോയിന്റ് എ എന്ന് പറഞ്ഞ് കൊടുക്കുക. ദെൻ പ്ലേസ് ദ പ്രിസം ഓൺ എ ആൻഡ് ചെക്ക് ദ ബബിൾ. നമ്മുടെ പ്രിസം, അതായത് നമ്മൾ ഇവിടെ എ പോയിന്റിലാണ് ഫസ്റ്റ് നമ്മൾ പ്രിസം വെക്കാൻ പോകുന്നത്. ഈ ഒരു പോയിന്റിലാണ് പ്രിസം വെക്കാൻ പോകുന്നത്. ഫസ്റ്റ് സൈറ്റ്, ഇവിടേക്കുള്ള റേ വരച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഫസ്റ്റ് സൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് പോയിന്റ് ആണ് എ. അപ്പോൾ ഇവിടേക്ക് നമ്മൾ സൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? ഇവിടെ ഒരു പ്രിസം വേണം. ഓക്കെ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രിസം വേണം. പ്രിസത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ടാണ് ആ ഒരു പോയിന്റിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ടോട്ടൽ സ്റ്റേഷനകത്ത് ഡീകോഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രിസം നമ്മൾ ഫസ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് എ പോയിന്റിലാണ്. ഓക്കെ, ദെൻ എ പോയിന്റിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് എയിലേക്ക് സൈറ്റ് ചെയ്യാം. ആൻഡ് പ്രസ് മെഷർ ഓർ ട്രിഗർ കീ. നമ്മൾ ടോട്ടൽ സ്റ്റേഷനകത്ത് മെഷർ അല്ലെങ്കിൽ ട്രിഗർ ഉണ്ടായിരിക്കും. ട്രിഗർ എന്ന് പറഞ്ഞു വരും. ഓക്കെ, നമ്മൾ ആ പോയിന്റ് സൈറ്റ് ചെയ്ത് അത് എക്സാക്റ്റ് ആയിട്ട് സൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർ ഓർ ട്രിഗർ എന്ന് പറഞ്ഞു വരും. അപ്പോൾ ആ മെഷർ കീ ക്ലിക്ക് ചെയ്യാം. ദെൻ ആഫ്റ്റർ മെഷർ press store and then data will be saved in the total station. ഇപ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ ഈ സർവേ ചെയ്യാം. ഓക്കെ, രണ്ട് തരത്തിലായിട്ട് ഈ സർവേ ചെയ്യാം. ഒന്നുകിൽ റിസഷൻ അല്ലെങ്കിൽ നമുക്ക്
ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ പോയിന്റ് സ്റ്റേഷൻ, അതായത് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ ഇരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് നോൺ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ടോട്ടൽ സ്റ്റേഷൻ ഇരിക്കുന്ന പോയിന്റ് അൺനോൺ ആണെന്ന് വിചാരിച്ചിട്ടും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് പോയിന്റ് നോൺ ആണെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അതായത് നമ്മുടെ റേഡിയേഷൻ മെത്തേഡ് പോലെ. ഓക്കെ, റേഡിയേഷൻ മെത്തേഡ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എ ആയിട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ ആ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡാറ്റ സ്റ്റോർ ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ. അല്ല നമ്മൾ റേഡിയേഷൻ പോലെ ഷിഫ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഏത് പോയിന്റ് ആണോ ആ പോയിന്റ് സൈറ്റ് ചെയ്യുക, ട്രിഗർ ചെയ്യാം. അടുത്ത പോയിന്റ് സൈറ്റ് ചെയ്യുക, ട്രിഗർ ചെയ്യാം. ലാസ്റ്റ് പോയിന്റ് സൈറ്റ് ചെയ്യുക, ട്രിഗർ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിന്റ് സൈറ്റ് ചെയ്യുക, ജസ്റ്റ് ട്രിഗർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ ട്രാവേഴ്സ് ക്ലോസ് ആവുമ്പോൾ തന്നെ നമുക്ക് ആ ടോട്ടൽ ഏരിയ ഓഫ് ദ ട്രാവേഴ്സ് സ്ക്രീനിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ഷിഫ്റ്റ് ചെയ്യേണ്ട കേസ് ആണെങ്കിൽ നമ്മൾ ടോട്ടൽ, അതായത് നമുക്കിപ്പോൾ 2 പോയിന്റ് നമ്മൾ കണ്ടു, 2 പോയിന്റിൽ നമ്മൾ ട്രിഗർ പ്രസ് ചെയ്തു, പക്ഷെ മൂന്നാമത്തെ പോയിന്റ് നമുക്ക് വിസിബിൾ അല്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റിന്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുക. സെക്കൻഡ് പോയിന്റിന്റെ ഡാറ്റ നമ്മൾ ട്രിഗർ ആൻഡ് സ്റ്റോർ കൊടുക്കുക. തേർഡ് പോയിന്റ് ട്രിഗർ ആൻഡ് സ്റ്റോർ കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ 4ാമത്തെ പോയിന്റ് കാണണമെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് 4ാമത്തെ പോയിന്റ് സൈറ്റ് ചെയ്യുക, സ്റ്റോർ കൊടുക്കുക. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സർവേ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റും അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഓരോ പോയിന്റും നമ്മളവിടെ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ നമ്മൾ ആദ്യം മുതൽക്ക് ഓരോ പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? എത്ര പോയിന്റിന്റെ ഏരിയ ആണോ ഇൻക്ലൂഡഡ് ചെയ്തിട്ട് നമുക്ക് കാണേണ്ടത് ആ പോയിന്റ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അല്ല ഒരു സിമ്പിൾ സർവേ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നമുക്ക് 4 പോയിന്റ് ആണ് ഉള്ളെങ്കിൽ ആ ഫസ്റ്റ് പോയിന്റിനെ സൈറ്റ് ചെയ്യാം, ട്രിഗർ കൊടുക്കുക. സെക്കൻഡ് പോയിന്റിനെ സൈറ്റ് ചെയ്യുക, ട്രിഗർ ഓർ മെഷർ കൊടുക്കുക. അപ്പൊ തന്നെ 3ാമത്തെ പോയിന്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? 3ാമത്തെ പോയിന്റ് തൊട്ടേ അവർ ഏരിയ കാണിക്കാൻ തുടങ്ങും. ഓക്കെ, ദെൻ 4ാമത്തെ പോയിന്റിൽ ട്രിഗർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 2, 3, 4 പോയിന്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയ അവരവിടെ നമുക്ക് ഡിസ്പ്ലേ ബോക്സിനകത്ത് കാണാൻ പറ്റും. 5ാമത്തെ പോയിന്റ് കൊടുക്കുമ്പോൾ 5ാമത്തെ പോയിന്റ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയ ഡിസ്പ്ലേ ബോക്സിനകത്ത് കാണാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജസ്റ്റ് ആ മെഷർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ, പക്ഷെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ട വല്ല കേസും വരികയാണെന്ന് വെച്ചാൽ സ്റ്റോർ കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻസ്ട്രുമെന്റ് ഒരു സിംഗിൾ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ പോയിന്റ്സ് സൈറ്റ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, ആഫ്റ്റർ ഇപ്പൊ നമ്മൾ എവിടെ വരെ പറഞ്ഞ്? ഫസ്റ്റ് എ വെച്ചിട്ടുള്ള പ്രിസത്തില് സൈറ്റ് ചെയ്യുക, ദെൻ press measure or trigger key. After measure, press store, then data will be saved in the total station. Okay, നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട കേസ് ആണെങ്കിൽ സ്റ്റോർ ചെയ്യാം. Then repeat the above procedure for number of points to be required. അതായത് ബാക്കി എല്ലാ പോയിന്റ്സിനും നമ്മൾ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. B, C, D, E, F as shown in figure. Then all points are selected one by one in order, and then total station will be calculate and display the total area of the closed travels. Okay, അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഏരിയ ഓഫ് ദ ട്രാവേഴ്സ് നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പ്രൊസീജിയർ നമുക്ക് വളരെ ഈസിയാണ്. പ്രൊസീജിയർ പറയുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിലും നമുക്ക് ടോട്ടൽ സ്റ്റേഷനകത്ത് ചെയ്യുമ്പോൾ വളരെ കുറച്ച് പ്രൊസീജിയറേ അതിനകത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. പക്ഷെ ആ വീഡിയോയിലുള്ള ടോട്ടൽ സ്റ്റേഷൻ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഓരോ ടോട്ടൽ സ്റ്റേഷൻ്റെയും വേർഷൻസിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്പനിക്ക് വ്യത്യാസം ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് അത് അതിൻ്റെ കീസും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയറും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതൊരു ഓവറോൾ എല്ലാ ടോട്ടൽ സ്റ്റേഷനും യൂസ് ചെയ്യുന്ന ഒരു ഓവറോൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത സർവേ ക്യാമ്പിന് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏരിയ കണ്ടുപിടിക്കാൻ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെ മെഷർ ചെയ്യാം. ജസ്റ്റ് നമ്മൾ ആ പോയിന്റ് സൈറ്റ് ചെയ്ത് ട്രിഗർ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ.
ഓക്കെ, ഏതൊക്കെ പോയിന്റ് ആണ് ഏരിയക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ ഏരിയ കണ്ടുപിടിക്കേണ്ട പോയിന്റുകളിലെല്ലാം നമ്മൾ ആ ട്രിഗർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ തന്നെ ആ ക്ലോസ്ഡ് റവേഴ്സിന്റെ ഏരിയ നമുക്ക് കിട്ടും. ദെൻ ഫങ്ഷൻസ് ഓഫ് എ ടോട്ടൽ സ്റ്റേഷൻ. ഒരു ടോട്ടൽ സ്റ്റേഷന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ടു ഗീവ് ദ ആവറേജ് ആംഗിൾ ആൻഡ് മെഷർമെന്റ് ഇലക്ട്രോണിക്കലി. അതായത് നമുക്ക് ഒരു ആവറേജ് ആംഗിൾ ടോട്ടൽ സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ടു അഡ്ജസ്റ്റ് ദ മെഷർമെന്റ്സ് ഫ്രം പ്രഷർ ഓഫ് ക്ലൈമറ്റ് ആൻഡ് ടെമ്പറേച്ചർ ചേഞ്ചസ്. നമ്മുടെ ഈ ഒരു ടോട്ടൽ സ്റ്റേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആംഗിൾസും ലെങ്ത്തും ഒന്നും എടുക്കുന്നതിലൊന്നും അത് ബാധിക്കില്ല. ഓക്കെ, അപ്പോൾ പ്രഷറും അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ആർക്ക് പറ്റും? ടോട്ടൽ സ്റ്റേഷൻ ഓട്ടോമാറ്റിക്കലി പറ്റും. ഇപ്പൊ നമ്മൾ ചെയിനും ടേപ്പും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയിനും ടേപ്പും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസിന് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടെമ്പറേച്ചർ ചേഞ്ചസ് ഒക്കെ ടോട്ടൽ സ്റ്റേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്യാൻ പറ്റും. ടു ഫൈൻഡ് ഹൈറ്റ് ഇൻ ട്രിഗണോമെട്രിക്കൽ ലെവലിംഗ്. അതായത് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ പോയിന്റ്സ് നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ടു കറക്റ്റ് ദ ഡിഫക്ട്സ് ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ. നമുക്കറിയാം ഡിസ്റ്റൻസ് കൂടി വരുമ്പോൾ, അതായത് നമ്മളിപ്പം തിയോഡലൈറ്റ് ഒരു പോയിന്റിൽ വെച്ചു, നമ്മുടെ സ്റ്റാഫ് ഒരുപാട് ദൂരെ, ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്റർ ഒക്കെ ദൂരെയായിട്ടാണ് നമ്മൾ സ്റ്റാഫ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റും സ്റ്റാഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് അല്ലേ? അപ്പോൾ അവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? കറക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ കറക്ഷൻസ്? കർവേച്ചർ കറക്ഷനും റിഫ്രാക്ഷൻ കറക്ഷനും. നമ്മൾ സർവേയിങ് 1 പഠിച്ചിട്ടുള്ള കറക്ഷൻസ്. ഓക്കെ, സർവേയിങ് 1 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ കറക്ഷൻസ് ആണ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് എന്നൊക്കെ ലെവലിംഗ് ചെയ്യുമ്പോൾ. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കേസിലും വരുന്നത്. ഓക്കെ, അപ്പോൾ റിഫ്രാക്ഷൻ കറക്ഷനും അതുപോലെ തന്നെ ടെമ്പറേച്ചർ കറക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ദെൻ ചേഞ്ചിങ് ദ ഇൻക്ലൈൻഡ് ലെങ്ത് ടു ഹൊറിസോണ്ടൽ ലെങ്ത്. അതായത് ഞാൻ പറഞ്ഞു സ്ലോപ്പിംഗ് ലെങ്ത് ആണ് സാധാരണ ടോട്ടൽ സ്റ്റേഷൻ തരിക, അതിനെ ഹൊറിസോണ്ടൽ ലെങ്ത്തിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ തന്നെ കൺവേർട്ട് ചെയ്തോളൂ. ടു ഫൈൻഡ് വെർട്ടിക്കൽ ഹൈറ്റ്സ് ഡയറക്ട്ലി. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെർട്ടിക്കൽ ഹൈറ്റ് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ടു മെഷർ ദ ഏരിയ വിത്ത് സിംഗിൾ സ്റ്റേഷൻ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ടു ഓറിയന്റ് ദ ടോട്ടൽ സ്റ്റേഷൻ ബൈ റിസെക്ഷൻ മെത്തേഡ്. അതായത് റിസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പം ഞാൻ പറഞ്ഞു പോയിന്റ്, നമ്മൾ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന സ്റ്റേഷൻ നമുക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന സ്റ്റേഷൻ അൺനോൺ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് രണ്ട് മെത്തേഡായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ സ്റ്റേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിസെക്ഷൻ മെത്തേഡ് എന്താണെന്നൊക്കെ ഉള്ളതൊന്നും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത്രയും ഫങ്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ നോൺ ആയിട്ടും ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ അൺനോൺ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് സർവേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ രണ്ട് മെത്തേഡിലും എന്ത് ചെയ്യാൻ പറ്റും? റിസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ സർവേ ചെയ്യാൻ പറ്റും. മേക്കിംഗ് ദ സെന്റർ ലൈൻ ഓഫ് ടിപ്പിക്കൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. അതായത് നമുക്ക് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ സെന്റർ ലൈൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യാം. സെന്റർ ലൈൻ ഫിക്സ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സെറ്റിംഗ് ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വാൾസ് ഓരോ ബിൽഡിങ്ങിന്റെയും സെന്റർ ലൈൻ, അതായത് നമ്മുടെ സെറ്റിംഗ് ഔട്ട് നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നമുക്ക് കൺസ്ട്രക്ഷൻ ലാബിൽ സെറ്റിംഗ് ഔട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സെന്റർ ലൈൻ എന്തിനു വേണ്ടിയിട്ടാണ് ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ? കാരണം ആ സെന്റർ ലൈനിന് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ മുകളിലേക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. സൂപ്പർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സെന്റർ ലൈനിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടാണ് വാൾസും കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സെന്റർ ലൈൻ കണ്ടുപിടിക്കുന്നതിനും ടോട്ടൽ സ്റ്റേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. The longitudinal section and cross section of for proposed roads, canals, pipes, line, etc. അതായത് നമ്മുടെ റോഡും കനാലും പൈപ്പ് ലൈനിൻ്റെ ഒക്കെ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ക്രോസ് സെക്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നതിനും നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അടുത്തതാണ് റിമോട്ട് സെൻസിങ്. അപ്പോൾ ടോട്ടൽ സ്റ്റേഷനെ പറ്റി നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ടോട്ടൽ സ്റ്റേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ടോട്ടൽ സ്റ്റേഷന്റെ പർപ്പസ് എന്താണ്? അതേപോലെ തന്നെ ടോട്ടൽ സ്റ്റേഷന്റെ പാർട്സ് എന്തൊക്കെയാണ്? പിന്നെ ടോട്ടൽ സ്റ്റേഷന്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഏരിയ കണ്ടുപിടിക്കുന്നത്? ഈ 4 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളൂ.
ഓക്കെ, ബാക്കി അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പോർഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്കത് സർവേ ക്യാമ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് സർവേ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദെൻ അടുത്തത് റിമോട്ട് സെൻസിങ് ആണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് സർവേ ആണ്. ഓക്കെ, കുറച്ചും കൂടി ആക്യുറസിയും കാര്യങ്ങളൊക്കെയുള്ള അഡ്വാൻസ്ഡ് സർവേ ആണ് ഇനി അങ്ങോട്ട് പറയുന്നത്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് വൺ ആണ് റിമോട്ട് സെൻസിങ്. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണം. അതായത് ഒരു പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടുത്തെ ഏരിയയുടെ ടൈപ്പ്, അതായത് നമ്മളൊരു പ്ലോട്ട് നമ്മൾ സൈറ്റ് ചെയ്തു, ആ പ്ലോട്ട് അവിടെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, അവിടുത്തെ സോയിൽ എന്ത് ടൈപ്പാണ്, അവിടെ വെജിറ്റേറ്റീവ് കവർ എന്താണ്, അതുപോലെ തന്നെ അവിടുത്തെ ലാൻഡിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ നമ്മളവിടെ പോയിട്ട് അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ട്, അതായത് നമുക്ക് റിയൽ ടൈം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഡാറ്റാസ് ഒരു സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ അബൌട്ട് പ്രോപ്പർട്ടീസ് വിത്തൗട്ട് മേക്കിംഗ് ഇൻ ആക്ച്വൽ കോണ്ടാക്ട്. ആക്ച്വൽ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ ഒരു പ്രോപ്പർട്ടിയുടെ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്യാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. പ്രൊവൈഡ്സ് വാല്യുബിൾ ഡാറ്റ ഓവർ വാസ്റ്റ് ഏരിയ ഇൻ ഷോർട്ട് ടൈം അബൌട്ട് റിസോഴ്സസ്, മെറ്റീരിയോളജി ആൻഡ് എൻവയോൺമെന്റ്. അതായത് അവിടെ ഉള്ള എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഒരു വാസ്റ്റ് ഏരിയയുടെ, ഒരു വലിയ ഏരിയയുടെ മുഴുവൻ പ്രോപ്പർട്ടീസും നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അവിടുത്തെ മെറ്റീരിയോളജിക്കൽ ക്യാരക്ടേഴ്സ്, അവിടുത്തെ റിസോഴ്സസ്, അവിടുത്തെ എൻവയോൺമെന്റ്, അതായത് അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണ്, അവിടുത്തെ മെറ്റീരിയോളജി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിമോട്ട് സെൻസിങ് സിസ്റ്റം ക്യാപ്ചർ റേഡിയേഷൻ ഇൻ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആൻഡ് റിഫ്ലക്റ്റഡ് ഓർ എമിറ്റഡ് ബൈ ദ എർത്ത് സർഫസ് ആൻഡ് റെക്കോർഡഡ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ റിമോട്ട് സെൻസിങ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അതായത് നമുക്കൊരു എനർജി സോഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, സണ്ണാണ്. അപ്പോൾ ഈ സണ്ണിൽ നിന്നും വരുന്ന എനർജി നമ്മുടെ ഏത് മെറ്റീരിയൽ ആണോ, അല്ലെങ്കിൽ നമ്മുടെ സർഫസിൽ പറയാം. ഓക്കെ, നമുക്ക് ഏത് സർഫസ് ആണോ വേണ്ടത് ആ സർഫസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, എങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും, നമ്മൾ വെച്ചിട്ടുള്ള ഒരു സാറ്റലൈറ്റിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമ്മൾ റിമോട്ട് സെൻസിങ്ങിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നമ്മുടെ എനർജി സോഴ്സ് ഉണ്ട്. ഈ എനർജി സോഴ്സിൽ നിന്നും എനർജി നമ്മുടെ സർഫസിൽ തട്ടുന്നു. ടാർഗറ്റ് ഇന്ററാക്ഷൻ, അതായത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സർഫസ് ആണ്. സർഫസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എർത്ത് സർഫസ്, അത് ഏത് സർഫസോ ആയിക്കോട്ടെ, അത് ഏത് ഭാഗത്തുള്ള ഏരിയ ആണെങ്കിലും ആ ഏരിയയിൽ തട്ടി എങ്ങോട്ട് പോകുന്നു, എനർജി റിട്ടക്ടർ ഓർ റിമോട്ട് സെൻസർ എന്ന് പറയാം. നമുക്ക് നമ്മുടെ സെൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള നമ്മുടെ ഈ സാറ്റലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിമോട്ട് സെൻസറിലേക്ക് ആ എനർജി സോഴ്സ് പോകുന്നു. ഓക്കെ, നമ്മുടെ സൂര്യനിൽ നിന്നും വരുന്ന എനർജി സർഫസിൽ തട്ടിയിട്ട് തിരിച്ച് എങ്ങോട്ട് പോകുന്നു, നമ്മുടെ സാറ്റലൈറ്റിലേക്ക് പോകുന്നു. ഈ സാറ്റലൈറ്റ് ഈ എനർജീനെ ഡിറ്റക്ട് ചെയ്യും. അതായത് ഓരോ മെറ്റീരിയൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന എനർജിക്കും അതിൻ്റെ എന്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും, അതിൻ്റെ പ്രോപ്പർട്ടീസിന്, വേവ്സിൻ്റെ പ്രോപ്പർട്ടീസിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു റിമോട്ട് സെൻസർ ആ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സർഫസിൻ്റെ ഡാറ്റാസ് അവർ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അത് എങ്ങോട്ട് പോകുന്നു, ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്നു. അതായത് ആ ഡാറ്റയെ അനലൈസ് ചെയ്യണമല്ലോ, ഇത് എന്തൊക്കെ ടൈപ്പ് മെറ്റീരിയൽ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡാറ്റ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഡാറ്റ ട്രാൻസ്മിഷൻ എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ഡാറ്റ റിസപ്ഷൻ അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് പോകുന്നു. അതായത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ, ഗ്രൗണ്ടിലുള്ള ഒരു ആൻറ്റിനയാണ് ഡാറ്റാസ് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ആൻറ്റിനയാണ് ഡാറ്റാസ് എല്ലാം റിസീവ് ചെയ്യുന്നത്. ഈ ആൻറ്റിന ഡാറ്റാസ് എല്ലാം റിസീവ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്നു.
ഇന്റർപ്രറ്റ് ചെയ്യുന്നു മീൻസ് അത് എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനാണ് ഇന്റർപ്രിട്ടേഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഡാറ്റയെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് ആ ഡാറ്റയുടെ റിസൾട്ട് കിട്ടുന്നു. അതായത് ഇന്റർപ്രിട്ടേഷന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, അതിന്റെ ആ പ്രോഡക്റ്റ് കിട്ടുന്നു. നമ്മുടെ ഇമേജ് ആണെങ്കിൽ ഇമേജ്, അങ്ങനെ ഒരു ടൈപ്പിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഡാറ്റ നമുക്ക് കിട്ടും. ഓക്കെ, റിമോട്ട് സെൻസിങ്ങിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ വാട്ടർ റിസോഴ്സസ്. ഇപ്പൊ നമുക്കറിയാം വാട്ടർ സ്കേഴ്സിറ്റി നമുക്ക് വളരെയധികം അനുഭവിക്കുന്ന ഒരു നാടാണല്ലേ നമ്മുടെ. അപ്പോൾ ഈ എവിടെയൊക്കെയാണ് വാട്ടർ റിസോഴ്സസ് ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് ഏറ്റവും അധികം സഹായിക്കുന്നത് റിമോട്ട് സെൻസിങ് ആണ്. ഓക്കെ, ഇൻഫ്രാറെഡ് ബാൻഡ് സ്യൂട്ടബിൾ ഫോർ ഡിറ്റക്റ്റിംഗ് ആൻഡ് മാപ്പിംഗ് വാട്ടർ. എവിടെ ഏതൊക്കെ പോർഷൻസിൽ വാട്ടർ പ്ലഞ്ചി ആയിട്ട് അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഡാറ്റാസ് ഒക്കെ നമുക്ക് എന്ത് കിട്ടുന്നു, റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഗ്രേറ്റ് ഹെൽപ്പ് ഇൻ അസസ്മെന്റ് ഓഫ് ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്. അതായത് ഇപ്പോൾ ആ ഒരു ഏരിയയിലെ എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്, ആ ഒരു ഏരിയയുടെ പാറ്റേൺ ഒക്കെ അനുസരിച്ചിട്ട് അവിടെ ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഡ്രോട്ട് നമുക്ക് വരൾച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ റിമോട്ട് സെൻസിങ് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then provide information about occurrence and movements of groundwater. ഗ്രൗണ്ട് വാട്ടറിന്റെ മൂവ്മെന്റും അതിന്റെ ഒക്കറൻസും നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് ആ ഒരു പ്രദേശത്ത് ഗ്രൗണ്ട് വാട്ടർ അവൈലബിൾ ആണോ, അതിന്റെ മൂവ്മെന്റ് എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഡിഫിക്കൽട്ട് മാപ്പ് ഡെപ്ത് ഓഫ് ഗ്രൗണ്ട് വാട്ടറിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും ഇതൊന്നും നമ്മുടെ റിമോട്ട് സെൻസിങ്ങിൽ ഇല്ല. ഇതിനടുത്തത് ഡിറ്റക്ഷൻ ഓഫ് വാട്ടർ പൊള്യൂഷൻ. ഇപ്പൊ നമുക്കറിയാം വളരെ അധികം സോഴ്സുകളിൽ നിന്നും വാട്ടർ പൊള്യൂഷൻ വരുന്നുണ്ട് അല്ലെ. ഒരുപാട് ഇൻഡസ്ട്രിയൽ ആയിട്ടും അതുപോലെ ഡൊമസ്റ്റിക്കൽ പൊള്യൂഷൻ ആയിട്ട് നമുക്ക് ഒരുപാട് വാട്ടർ പൊള്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഐഡന്റിഫൈ ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഡിസ്ചാർജ് മീറ്റ് അറ്റ് ദ ബോഡി ഓഫ് വാട്ടർ ആൻഡ് ഡിസ്പേർഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫ്ലൂയിഡ്. നമുക്ക് വാട്ടർ പൊള്യൂഷൻ വരുന്ന സോഴ്സസ് ഏതൊക്കെ സോഴ്സസ് ആണെന്ന് കണ്ടുപിടിക്കാനും, അതുപോലെ തന്നെ അതിന്റെ ഡിസ്പേർഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, അത് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, അത് ഏതൊക്കെ വാട്ടർ ബോഡീസിലാണ് ഡിസ്പേഴ്സ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വെച്ച് കണ്ടുപിടിക്കാം, റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ദെൻ ഓയിൽ പൊള്യൂഷൻ ക്യാൻ ഓൾസോ ബി ഡിറ്റക്റ്റഡ്. അതായത് ഇപ്പോൾ വലിയ ഓയിൽ പ്ലാന്റുകളിൽ നിന്നൊക്കെ ഓയിൽ പൊള്യൂഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഓയിൽ നമ്മുടെ വാട്ടർ ബോഡിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വാട്ടർ ബോഡിക്ക് മുകളിൽ ഒരു തിൻ ലെയർ ഓഫ് ഓയിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു തിൻ ലെയർ ഓഫ് ഓയിൽ ആർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ റിമോട്ട് സെൻസിങ്ങിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ആ സാറ്റലൈറ്റ്സിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അത് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ പ്രദേശങ്ങളിൽ ഓയിൽ പൊള്യൂഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട്. Then geology and mineral resources. Great role in mineral exploration can provide basic geological data, provide data about subsurface deposit. അതായത് ഇപ്പോൾ നമുക്ക് മിനറൽ ഡിറ്റക്ഷൻ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഏതൊക്കെ പ്ലേസസിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് മിനറൽസ് അവൈലബിൾ ആണ്, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ ഉള്ള ജിയോളജിക്കൽ ഡാറ്റ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഏതൊക്കെ സ്ട്രാറ്റകളായിട്ടാണ് സോയിൽ ഡിവൈഡ് ചെയ്ത് കിടക്കുന്നതെന്നൊക്കെ ഉള്ളതാണ്. ദെൻ പ്രൊവൈഡ് ഡാറ്റ അബൌട്ട് സബ്സർഫസ് ഡെപ്പോസിറ്റ്. അതായത് നമ്മുടെ ഗ്രൗണ്ടിലുള്ള സർഫസ് ഡെപ്പോസിറ്റും നമുക്ക് എന്ത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം, റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ദെൻ മാപ്പിംഗ് ഓഫ് ലാൻഡ് യൂസ് ഓർ ലാൻഡ് കവർ. അതായത് ലാൻഡ് യൂസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഏരിയ, ആ ഏരിയയിൽ ലാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്, അതാണ് ലാൻഡ് യൂസ്. അപ്പോൾ അവിടെ വെജിറ്റേറ്റീവ് കവർ ആണോ, അല്ലെങ്കിൽ അവിടെ പാഡി ഫീൽഡ് ആണോ, അല്ലെങ്കിൽ ബിൽഡിംഗ് ആണോ, ആ ഒരു പെർട്ടിക്കുലർ ലാൻഡ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്തു എന്നുള്ളതാണ് ലാൻഡ് യൂസ് കവർ എന്നുള്ള, അല്ലെങ്കിൽ ലാൻഡ് യൂസ് അല്ലെങ്കിൽ ലാൻഡ് കവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻഫർമേഷൻ അബൌട്ട് ദ ലാൻഡ് യൂസ് പാറ്റേൺ ദെൻ ഹൗ ദ ലാൻഡ് ഈസ് യൂസ്ഡ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ റിമോട്ട് സെൻസിങ്.
Land use means the type of material features present on the surface of earth, vegetation, rocks, buildings, or concrete highways, etc. ഏത് ടൈപ്പ് ഓഫ് ലാൻഡ് ആണ് അവിടെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ലാൻഡ് യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ക്യാൻ മോണിറ്റർ ദ എൻവയോൺമെന്റൽ ഹാസാർഡ്സ് ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ്, ഇപ്പം ലാൻഡ് സ്ലൈഡ്സ്, അതുപോലെ തന്നെ ഹെറിക്കെയിൻസ്, നമ്മുടെ കൊടുങ്കാറ്റ് പോലെയുള്ള ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ കാണാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? റിമോട്ട് സെൻസിങ്ങിന് പറ്റും. അത് ടൈംലി ഇൻഫർമേഷൻസ് തരും. ഇപ്പോൾ ഒരു ഹെറിക്കെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അത് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള സിംറ്റംസ് നമുക്ക് റിമോട്ട് സെൻസിങ് തരും. അവിടെ സിംറ്റംസ് ഉണ്ടായിരിക്കും, അത് ആർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? റിമോട്ട് സെൻസിങ്ങിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പ്രിവെന്റ് ചെയ്യാനൊന്നും പറ്റില്ല, അല്ലെ? നമുക്ക് അതിനെ കൊണ്ട് പ്രിവെന്റ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഡിസാസ്റ്റർ അവിടെ ഉണ്ടാവാൻ പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് പറ്റും. ഓക്കെ, വെതർ ഫോർകാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ടൈംലി ഇൻഫർമേഷൻ അബൌട്ട് ദ ഫ്ലഡ്, ഡ്രൈനേജ്, കൺജസ്റ്റഡ് ഏരിയസ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. Then remote sensing applications can also see in the area of forestry, agriculture, or ocean and marine sources, etc. ഫോറസ്ട്രിയിൽ, അതായത് ആ ഫോറസ്റ്റ് ഏരിയയിലുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ, പിന്നെ അഗ്രികൾച്ചറിൽ നമ്മൾ ക്രോപ്പിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ക്രോപ്സ്, അങ്ങനെയുള്ള ക്രോപ്പിൻ്റെ ഓരോ സ്റ്റേജസും നമുക്കൊക്കെ അനലൈസ് ചെയ്യാൻ റിമോട്ട് സെൻസിങ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓഷ്യൻസിലും മറൈൻസിലൊക്കെയുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിന് നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് അപ്ലിക്കേഷൻസ് ഓഫ് റിമോട്ട് സെൻസിങ്. അപ്ലിക്കേഷൻസ് ഓഫ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതൊന്നും കൂടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയതാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 8 മാർക്കിന് അല്ലെങ്കിൽ 7 മാർക്കിനൊക്കെയാണ് ചോദിക്കുക. അപ്പം ഇതിൽ നിന്ന് ഏതെങ്കിലും 7 പോയിന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, ഞാനത് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്ലിക്കേഷൻസ് ഇൻ റിമോട്ട് സെൻസിങ് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള അപ്ലിക്കേഷൻസ് തന്നെയാണ് ഇതെല്ലാം. ഹെൽപ്പ് ഇൻ ദ അസസ്മെന്റ് ഓഫ് ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്, റിലയബിൾ ആൻഡ് ടൈംലി ഇൻഫർമേഷൻ അബൌട്ട് ദ ഏരിയ ഓഫ് ഫ്ലഡ്, ഡ്യൂറേഷൻ ഓഫ് ഫ്ലഡ് ഒക്കെ പറഞ്ഞില്ലേ നമ്മൾ. പ്രൊവൈഡ് യൂസ്ഫുൾ ഡാറ്റ ഓൺ ദ ഫാക്ടേഴ്സ് കൺട്രോളിംഗ് ദ ഒക്കറൻസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. It is possible to identify the point at which the pollution occurs and the water body extent of pollution ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. To study the formation of sedimentary rocks and to identify the deposits of various minerals ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. Then identify potential fishing zone, അതായത് നമുക്ക് ഓഷ്യൻസിലൊക്കെ ഏത് ഭാഗത്ത് നമുക്ക് മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫിഷിംഗ് സോൺ എവിടെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് വെച്ച് കണ്ടുപിടിക്കാം. ദെൻ ടെറൈൻ അനാലിസിസ് ഫോർ അക്വയറിംഗ് നോളജ്. ടെറൈൻ അനാലിസിസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ലാൻഡിൻ്റെ ടെറൈൻ എങ്ങനെയാണ്, അതിൻ്റെ പ്രതലം എങ്ങനെയാണെന്നുള്ളതാണ് ടെറൈൻ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടു സ്റ്റഡി ദ ക്ലൗഡ് മോഷൻ ആൻഡ് പ്രെഡിക്റ്റ് റെയിൻ, റെയിനിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് മഴ, വെതർ ഫോർകാസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഗ്രേറ്റ് അസിസ്റ്റൻസ് ഇൻ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിനെ പറ്റി ഒരുപാട് ന്യൂസസ് ഒക്കെ നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ് ഹെൽപ്പ് ചെയ്യും. Okay, the changes take place in the area of forest, agriculture, residential and industrial areas can be assessed and regularly monitored. It is possible even to find out the areas of different crops. അതായത് നമ്മൾ ക്രോപ്പിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഫോറസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നു, അവിടെ ഇപ്പം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വെച്ചിട്ട് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ വനത്തിലെ കൊള്ളകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, മരം മുറിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ അഗ്രികൾച്ചറൽ ഫീൽഡിലാണെന്ന് വെച്ചാൽ നമ്മുടെ ക്രോപ്പിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ യൂസ്ഡ് ഇൻ ദ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ഡാംസ്, റിസർവോയർസ്, ബ്രിഡ്ജസ്, പൈപ്പ് ലൈൻസ്. അതായത് നമുക്ക് ഈ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ലൈക്ക് ഡാംസ്, റിസർവോയർസ്, ബ്രിഡ്ജ് അങ്ങനെയൊക്കെയുള്ള എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ആ സൈറ്റ് നമുക്ക് അതിന് സ്യൂട്ടബിൾ ആണോ അല്ലെങ്കിൽ എന്നുള്ളത് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം.
ഓക്കെ, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അതിനനുസരിച്ചിട്ടുള്ള ലാൻഡ് ഏരിയ വേണം അല്ലേ, ഒരു സ്ലോപ്ഡ് ലാൻഡ് വേണം, രണ്ട് സൈഡിൽ നമുക്ക് ഡാം കെട്ടാൻ ആവശ്യമായിട്ടുള്ള സർഫസ് വേണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം, റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ബ്രിഡ്ജും പൈപ്പ് ലൈനും ഒക്കെ എൻ്റെ കേസിലൊക്കെ എന്താണ്, പൈപ്പ് ലൈൻസ് ഒക്കെ ആണെച്ചാൽ അതിൻ്റെ കോണ്ടൂർസും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. കാരണം പൈപ്പ് ലൈൻ ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഏത് പോയിന്റ് കൂടെയാണ് നമ്മൾ പൈപ്പ് ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, then natural hazards can be predicted and it can be minimized. നാച്ചുറൽ ഹസാർഡ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ റിമോട്ട് സെൻസിങ്ങിന് പെട്ടെന്ന് തന്നെ സാധിക്കും. ഇപ്പോൾ നമുക്ക് സുനാമി പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന നമ്മുടെ മഴ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് കാരണം നമുക്ക് ഇപ്പോൾ ഫ്ലഡ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതിന് അടുത്തതെന്ന് പറയുന്നത് GPS ആണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പോൾ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നുള്ളത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, അത് ഒരു പോയിന്റിന്റെ പൊസിഷൻ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഗ്രൗണ്ടിൽ തന്നിട്ടുള്ള ഏതൊരു പോയിന്റിനും രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അക്ഷാംശ രേഖ, രേഖാംശ രേഖ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. നമ്മുടെ എർത്തിലുള്ള ഏത് പോയിന്റിനും ആ ഒരു പോയിന്റിൻ്റെതായ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉണ്ടായിരിക്കും. ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS നമുക്ക് തരുന്നത് ആ പോയിന്റിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആണ്. Okay, it is a space-based satellite navigation system, provides location and time information in all weather anywhere on or near the Earth surface. നമ്മുടെ ലൊക്കേഷൻ ആൻഡ് ടൈം ഇൻഫർമേഷൻ, ഒരു പോയിന്റിന്റെ ലൊക്കേഷനും അതുപോലെ തന്നെ അതിന്റെ ടൈം ഇൻഫർമേഷൻസും ആണ് നമുക്ക് GPS ൽ നിന്ന് കിട്ടുന്നത്. GPS നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മളെല്ലാവരും ഫോണിൽ നിങ്ങൾ GPS ട്രാക്കിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് വേറെ ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു വഴി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല, അതല്ലാണ്ട് ഒരുപാട് അപ്ലിക്കേഷൻസ് സിവിൽ എഞ്ചിനീയറിംഗിനകത്ത് GPS കൊണ്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. It is used to refer locations and help if you are lost, secure cars, track your vehicles by sending SMS, making missed calls, present interval or GPS tracking software or real-time online tracking. GPS ട്രാക്കിംഗ് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ് അല്ലേ. ഇപ്പം നമ്മുടെ ഫോണോ അതിൽ കാറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് GPS ട്രാക്കിംഗ് വെച്ചിട്ട് ആ കാർ അല്ലെങ്കിൽ ഫോണിൻ്റെയൊക്കെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പം അങ്ങനെയുള്ള കേസസിലൊക്കെ GPS നമ്മൾ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോ പോയിന്റിന്റെ പൊസിഷൻസ് കണ്ടുപിടിക്കാനും GPS വളരെ ഹെൽപ്ഫുൾ ആണ് അല്ലേ. ദെൻ GPS-ന്റെ കുറച്ച് സെഗ്മെന്റ്സ് നമുക്ക് പരിചയപ്പെടാം. അതായത് എങ്ങനെയാണ് GPS വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സ്പേസ് സെഗ്മെന്റ്. അതായത് സ്പേസിൽ നമ്മൾ സാറ്റലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ സ്പേസ് സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലമെന്റ്സ് എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, സ്പേസ് സെഗ്മെന്റ് ഓർ എലമെന്റ്സ്. ദെൻ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. നമ്മളെ ഈ ഒരു സാറ്റലൈറ്റ്സിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ കൺട്രോൾ സെഗ്മെന്റ്. അതായത് ഗ്രൗണ്ടിൽ നമ്മൾ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ GPS ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള, GPS ട്രാക്കിംഗ് അല്ല, GPS-നെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ സെഗ്മെന്റ്. ദെൻ നെക്സ്റ്റ് വൺ യൂസർ സെഗ്മെന്റ്. യൂസർ സെഗ്മെന്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂസറിന്റെ കയ്യിലുള്ള ആ റിസീവർ അല്ലെ. മെയിനായിട്ട് സ്പേസ് ആൻഡ് യൂസർ സെഗ്മെന്റ് ആണ് വരുന്നത്. സ്പേസ് സെഗ്മെന്റ് മീൻസ് സാറ്റലൈറ്റ്സ്, യൂസർ സെഗ്മെന്റ് മീൻസ് യൂസറുടെ കയ്യിലുള്ള നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ മൊബൈൽ ഫോൺ GPS ട്രാക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ യൂസർ സെഗ്മെന്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ സ്പേസ് സെഗ്മെന്റ്. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, എങ്ങനെയാണ് GPS വർക്ക് ചെയ്യുന്നത്. ഈ സ്പേസ് സെഗ്മെന്റിനകത്ത് മെയിനായിട്ട് 24 സാറ്റലൈറ്റ്സ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ സർക്കുലർ ഓർബിറ്റ്സിനോട് ചേർന്നിട്ട് 24 സാറ്റലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഓർബിറ്റൽ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 12 hours ആണ്. ഓക്കെ, ഓർബിറ്റൽ പീരീഡ് എന്ന് പറയുന്നത് അത് കറങ്ങി ആ ഒരു സ്ഥലത്ത് വരാൻ വേണ്ടിയിട്ട് 12 hours ആണ് എടുക്കുന്നത്. നമ്മുടെ എർത്തിലെ ഏതൊരു പോയിന്റ് എടുത്താലും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു GPS ഡിവൈസ് അല്ലെങ്കിൽ റിസീവർ എടുത്താലും മിനിമം 4 സാറ്റലൈറ്റ്സ് എങ്കിലും ആ ഒരു യൂസറിന് അറ്റ് എ ടൈം
അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ആ ഒരു യൂസറിന് വേണ്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 സാറ്റലൈറ്റ്സ് എങ്കിലും അറ്റ് എ ടൈം ആർക്കും അവൈലബിൾ ആണ്, നമ്മുടെ യൂസറിന് അവൈലബിൾ ആണ്. കാരണം നമുക്ക് ടോട്ടൽ 24 സാറ്റലൈറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ 4 സാറ്റലൈറ്റിനെങ്കിലും ഉള്ള ഇൻഫർമേഷൻസ് നമ്മുടെ യൂസറിന് അറ്റ് എ ടൈം കിട്ടും. ഓക്കെ, അത് ഏത് ഭാഗത്തുള്ള യൂസറോ ആയിക്കോട്ടെ. ദെൻ നെക്സ്റ്റ് വൺ കൺട്രോൾ സെഗ്മെന്റ്. കൺട്രോൾ സെഗ്മെന്റിൽ മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ മാസ്റ്റർ കൺട്രോൾ സിസ്റ്റം, സെക്കൻഡ് വൺ മോണിറ്റർ സ്റ്റേഷൻ, ദെൻ തേർഡ് വൺ ഗ്രൗണ്ട് ആന്റിനാസ്. മാസ്റ്റർ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് നമ്മുടെ 24 സാറ്റലൈറ്റ്സിന്റെയും ഓവറോൾ മാനേജ്മെന്റ് ആണ് മാസ്റ്റർ കൺട്രോൾ സിസ്റ്റം ചെയ്യുന്നത്. റെസ്പോൺസിബിൾ ഫോർ ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ റിമോട്ട് മോണിറ്ററിംഗ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് സൈറ്റ്സ്. ഓക്കെ, ദെൻ മോണിറ്റർ സ്റ്റേഷൻസ്. മോണിറ്റർ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്റർ സ്റ്റേഷൻസ് ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യുള്ളൂ. എന്തിനെയും മോണിറ്റർ ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു മാസ്റ്റർ സ്റ്റേഷൻസ് കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസിനെ അത് ഒന്ന് മോണിറ്റർ ചെയ്യും, അതൊന്ന് ചെക്ക് ചെയ്യും. എന്തൊക്കെ ആൾട്ടിറ്റ്യൂഡും പൊസിഷനും സ്പീഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളത് നമ്മുടെ സാറ്റലൈറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റാസ്. അപ്പോൾ അതിനെയൊക്കെ എന്ത് ചെയ്യും, ഒന്ന് മോണിറ്റർ ചെയ്യും. ദെൻ അതെല്ലാം കൃത്യമല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഗ്രൗണ്ട് ആന്റിനാസിന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഗ്രൗണ്ട് ആന്റിനാസ് എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് സർഫസിൽ വെച്ചിട്ടുള്ള ആന്റിനാസ് ആണ്. ഓക്കെ, അത് നമ്മുടെ ഈ 24 സാറ്റലൈറ്റ്സ് എന്നുള്ള ഇമേജസ് വേവ്സിനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ഡാറ്റാസിനെ ഡീകോഡ് ചെയ്തിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ട്രാൻസ്മിറ്റ് കറക്ഷൻ ഇൻഫർമേഷൻ ടു ഇൻഡിവിജ്വൽ സാറ്റലൈറ്റ്സ്. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്സിനും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഗ്രൗണ്ട് ആന്റിനാസ് ആണ്. ദെൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് GPS സാറ്റലൈറ്റ്സ് ഫോർ കമാൻഡ് ആൻഡ് കൺട്രോൾ പർപ്പസ്. നമ്മുടെ GPS ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യുന്നതൊക്കെ ഗ്രൗണ്ട് ആന്റിനാസ് ആണ്. അടുത്തതാണ് യൂസർ സെഗ്മെന്റ് അല്ലെങ്കിൽ GPS റിസീവേഴ്സ് എന്ന് പറയും. അത് നമ്മുടെ കയ്യിലുള്ള സെഗ്മെന്റ്. ഓക്കെ, നമ്മുടെ യൂസറിന്റെ കയ്യിലുള്ള സെഗ്മെന്റ്, അതിനെ തന്നെയാണ് നമ്മൾ GPS റിസീവേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഇറ്റ് കമ്പോസ്ഡ് ഓഫ് ആൻ ആന്റിന, റിസീവർ പ്രോസസ് ആൻഡ് ഹൈലി സ്റ്റേബിൾ ക്ലോക്ക്. Okay, they can also include display for showing location, speed, information about the user. റിസീവറിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ള ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആ ഒരു ലൊക്കേഷൻ്റെ നമ്മളൊരു പോയിന്റിന്റെ ലൊക്കേഷൻ ആണെങ്കിൽ ലൊക്കേഷൻ, ഇപ്പോൾ വെഹിക്കിൾ ആണെന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു പോയിന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുക, അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഒരു യൂസർ സെഗ്മെന്റിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിനകത്തൊരു ആന്റിന ഉണ്ട്, അതുപോലെ തന്നെ ഒരു റിസീവർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലോക്കും ഉണ്ട്. A receiver is often described by its number of channels and this signifies how many satellites it can monitor simultaneously. അതായത് ഒരു റിസീവർ എന്ന് പറയുന്നത് അതിന് എത്ര ചാനൽസ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഒരു യൂസറിന് എപ്പോഴും 4 സാറ്റലൈറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ സാറ്റലൈറ്റ്സ് അവൈലബിൾ ആണെന്നുള്ളതിനനുസരിച്ചിരിക്കും ആ ഒരു റിസീവറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, റിസീവറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിരിക്കും അതിന് കിട്ടുന്ന ഇൻഫർമേഷൻസിന്റെ ആക്യുറസി. ഓക്കെ, ദെൻ വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ദ റിസീവർ. ഇതാണ് ആക്ച്വലി കമ്പോണൻസ് ഓഫ് റിസീവർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് റിസീവറിന്റെ കമ്പോണൻസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ എഴുതണം. ഫസ്റ്റ് വൺ, ആന്റിന വിത്ത് പ്രീ ആംപ്ലിഫയർ. അതായത് ഒരു ആന്റിന ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, വിത്ത് പ്രീ ആംപ്ലിഫയർ. അതായത് ആന്റിനയിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിന് മുന്നേ ആ വേവ്സിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആന്റിന. ദെൻ RF സെക്ഷൻ വിത്ത് സിഗ്നൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് സിഗ്നൽ പ്രോസസ്സിംഗ്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള സിഗ്നൽസിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ പ്രോസസ്സ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് RF സെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ മൈക്രോ പ്രൊസസ്സർ ഫോർ റിസീവർ കൺട്രോൾ, ഡാറ്റ സാമ്പിളിംഗ് ആൻഡ് ഡാറ്റ പ്രോസസ്സിംഗ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റേനെ
പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മൈക്രോ പ്രോസസ്സർ. നമുക്ക് കിട്ടുന്ന സിഗ്നൽസ് ആണ് അതിനെ എന്തിനൊക്കെ ആക്കി മാറ്റണം, ടൈമും സ്പീഡും അതുപോലെ ലൊക്കേഷനൊക്കെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ആ സിഗ്നലിൻ്റെ പ്രോപ്പർട്ടീസിനനുസരിച്ചിട്ടാണ് മൈക്രോ പ്രോസസ്സർ ആ ഒരു സിഗ്നലിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും സിഗ്നൽസിനെ ഇലക്ട്രോണിക് വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് അതായത് നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് വേവ്സിനെ അത് ഇലക്ട്രോണിക്കലി ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം അല്ലേ. ഇലക്ട്രോണിക് വേവ്സിനെ സ്പീഡും അതുപോലെ ലൊക്കേഷനൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. ദെൻ പ്രിസിഷൻ ഓസിലേറ്റർ. പ്രിസിഷൻ ഓസിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ നമ്മൾ ഒരു ഇലക്ട്രോണിക് വേവ്സിനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഒന്ന് ഓസിലേറ്റ് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിസിഷൻ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ പവർ സപ്ലൈ അതുപോലെ തന്നെ ദെൻ യൂസർ ഇൻ്റർഫറൻസ് ഓർ കമാൻഡ് ആൻഡ് ഡിസ്പ്ലേ പാനൽ. ദെൻ ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഡിസ്പ്ലേ പാനൽ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള GPS ഡിവൈസ്. ഓക്കെ, അതാണ് യൂസർ ഇൻ്റർഫറൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു GPS-ൻ്റെ മെയിൻ കമ്പോണൻസ്. ഓക്കെ, ആൻറ്റിന ഉണ്ട്, പിന്നെ സിഗ്നൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു RF സെക്ഷൻ ഉണ്ട്, ദെൻ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു മൈക്രോ പ്രോസസ്സർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഓസിലേറ്റർ, സിഗ്നൽസിനെ ഓസിലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഓസിലേറ്റർ ഉണ്ട്, പവർ സപ്ലൈ ഉണ്ട്, പിന്നെ അതുപോലെ യൂസർ ഇൻ്റർഫേസ് അതായത് നമ്മുടെ ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ, യൂസറുടെ കയ്യിലുള്ള കമ്പോണൻറ്റ്. അത്രയാണ് നമ്മുടെ GPS റിസീവറിനകത്ത് ഉള്ളത്. ഇതിനടുത്തത് GPS-ൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. What are the advantages? Intervisibility between the stations or points surveyed is not necessary. This allows control station to be placed conveniently. അതായത് നമുക്ക് ഒരു പോയിന്റ് തമ്മിലുള്ള ഇന്റർവിസിബിലിറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ തന്നെ ആ പോയിന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് GPS ഡിവൈസ് അല്ലേ. GPS can be used in any weather condition, day or night. ഏതൊരു വെതർ ടൈപ്പിലും നമുക്ക് GPS യൂസ് ചെയ്യാൻ പറ്റും. It is very easy to use and simple operation or use with any complex or technical steps. അതായത് നമുക്ക് പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്റ്റെപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് GPS ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ക്വിക്ക് റിസൾട്ട്സ്, പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യും അല്ലേ. പ്രൊഡ്യൂസസ് റിസൾട്ട്സ് വിത്ത് വെരി ഹൈ ജിയോഡറ്റിക് ആക്യുറസി. വളരെ ജിയോഡറ്റിക് ആക്യുറസി, അതായത് അത്രയും ആക്യുറസിയിലാണ് GPS നമുക്ക് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മോർ വർക്ക് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ഇൻ എ ലെസ് ടൈം വിത്ത് ലെസ് മാൻ പവർ. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് അധികം ജോലിയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലേ. GPS-ൻ്റെ ലൊക്കേഷനും ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ. Limited calculations and tabulation work required. The large area can be surveyed in short duration. Network independent site selection is used. Hence sites can be placed where needed. അതായത് നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് നമുക്ക് വേണ്ട സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് പോയി ഇതാക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ സൈറ്റ്സ് ക്യാൻ ബി പ്ലേസ്ഡ്, നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ സൈറ്റ് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാം. അതായത് ഏത് ഭാഗത്തുള്ള വിവരങ്ങളും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ 3-dimensional coordinates are obtained. ഞാൻ പറഞ്ഞു നമ്മുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഹൈറ്റും വെച്ചിട്ടുള്ള 3-dimensional കോർഡിനേറ്റ് ആണ് GPS ഓരോ പോയിന്റിൻ്റെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഹൈലി ആക്യുറസി ഉണ്ടായിരിക്കും അതിന്. ഇതിന് എത്രയാണ് GPS-ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനടുത്തതൊരു ഡിസ്റ്റോമാറ്റ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താ ഡിസ്റ്റോമാറ്റ്, അതേപോലെ തന്നെ അതിൻ്റെ 2-3 ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഡിസ്റ്റോമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി EDM തന്നെയാണ്. ഓക്കെ, EDM-ൻ്റെ ഒരു വേർഷനാണ് ഡിസ്റ്റോമാറ്റ് എന്ന് പറയുന്നത്. പ്രിസൈസ് മോഡേൺ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്. Then it can measure distance from 20 meter to 150 kilometer. അത് 20 മീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഡിസ്റ്റോമാറ്റ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് മെയിനായിട്ട് 2 സിഗ്നൽസ് ആണ് ഉള്ളത്. ഒന്ന് മെയിൻ സ്റ്റേഷൻ, 2 സ്റ്റേഷൻസ് ഉണ്ട്. ഓക്കെ, മെയിൻ സ്റ്റേഷനും അതുപോലെ തന്നെ റിസീവർ സ്റ്റേഷനും.
അല്ലെങ്കിൽ റിമോട്ട് സ്റ്റേഷൻ എന്ന് പറയാം. ഓക്കെ, മെയിൻ സ്റ്റേഷൻ അല്ലെങ്കിൽ മെയിൻ ഡിസ്റ്റോമാറ്റ് ആൻഡ് റിമോട്ട് ഡിസ്റ്റോമാറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ EDM വെച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, EDMനകത്ത് ഫസ്റ്റ് പോയിന്റിൽ EDM വെക്കും, സെക്കൻഡ് പോയിന്റിനകത്ത് റിസീവർ വെക്കും. അതിന് പകരം ഇവിടെ 2 പോയിന്റിൽ നമ്മൾ ഡിസ്റ്റോമാറ്റ് തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. ആദ്യത്തെ പോയിന്റിൽ മെയിൻ ഡിസ്റ്റോമാറ്റ് പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ മെയിൻ അല്ല മാസ്റ്റർ ഡിസ്റ്റോമാറ്റ് കേട്ടോ, മാസ്റ്റർ ഡിസ്റ്റോമാറ്റ് പ്ലേസ് ചെയ്യും. ദെൻ സെക്കൻഡ് പോയിന്റിൽ റിമോട്ട് ഡിസ്റ്റോമാറ്റ് പ്ലേസ് ചെയ്യും. ഓക്കെ, മാസ്റ്റർ ഡിസ്റ്റോമാറ്റ് അറ്റ് ദ മെയിൻ സ്റ്റേഷൻ പ്രൊഡ്യൂസ് ആൻഡ് ട്രാൻസ്മിറ്റ് സിഗ്നൽസ്. അപ്പോൾ നമ്മുടെ EDM ആയിരുന്നു സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ മാസ്റ്റർ ഡിസ്റ്റോമാറ്റ് ആണ് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിമോട്ട് ഡിസ്റ്റോമാറ്റ് എന്ത് ചെയ്യുന്നു? ആ സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു ആൻഡ് റിഫ്ലക്ട് ബാക്ക് ദ സിഗ്നൽ. നമ്മുടെ റിസീവർ, അതായത് നമ്മുടെ EDMൽ ഉണ്ടാകുന്ന റിസീവർ എന്താ ചെയ്തിരുന്നത്? ആ സിഗ്നലിനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുമല്ലോ, അത് നമ്മുടെ റിമോട്ട് ഡിസ്റ്റോമാറ്റ് ആണ് ചെയ്യുന്നത്. റിമോട്ട് ഡിസ്റ്റോമാറ്റ് നമ്മുടെ മാസ്റ്റർ ഡിസ്റ്റോമാറ്റിൽ നിന്നും വരുന്ന സിഗ്നൽസിനെ റിസീവ് ചെയ്ത് മോണിറ്റർ ചെയ്ത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ ഫേസ് ഡിഫറൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫേസ് ഡിഫറൻസ് നമുക്ക് ടൈം കിട്ടും, ടൈം ഇൻറ്റു ഡിസ്റ്റൻസ്, ടൈം ഇൻറ്റു വെലോസിറ്റി ചെയ്യുമ്പോൾ തന്നെയാണ് ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഓക്കെ, then the control unit takes care of signal balancing and calibration etc. and compute horizontal distance, height difference and coordinates from the keyed data. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും കോർഡിനേറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കൺട്രോൾ യൂണിറ്റ് ആണ് നമ്മുടെ സിഗ്നൽസിനെ കാലിബ്രേറ്റ് ചെയ്യുന്നത്. കാലിബ്രേറ്റ് ചെയ്യുന്നത് മീൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഡിസ്റ്റോമാറ്റിൻ്റെ പേര് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇതിന് ഏതെങ്കിലും 4 ഡിസ്റ്റോമാറ്റിൻ്റെ പേര് എഴുതാനാണ് നമുക്ക് എക്സാമിന് അതിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണെന്ന് പഠിക്കേണ്ട കാര്യമില്ല, വെറുതെ കുറേ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡിസ്റ്റോമാറ്റ് D1, ഡിസ്റ്റോമാറ്റ് D1 5S, then ഡിസ്റ്റോമാറ്റ് D1 3000, ഡിസ്റ്റോമാറ്റ് ഡയോർ 3002, then ടാക്കിമെറ്റ് കേട്ടോ, ലാസ്റ്റ് വൺ ടാക്കിമെറ്റ് TC 2000. ഇത് ഓരോ ഡിസ്റ്റോമാറ്റിൻ്റെ ഓരോ ടൈപ്പിൻ്റെ പേരുകളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതിനടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് GIS ആണ്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. GIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്കൊരു ലാൻഡ്, അതെവിടെയുള്ള ലാൻഡും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഏരിയ, അതെവിടെയുള്ള ഏരിയ ആയിക്കോട്ടെ, ആ ഒരു ഏരിയയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസും ഫെച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് GIS നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഏത് ടൈപ്പ് ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമുക്ക് GIS പ്രൊവൈഡ് ചെയ്യും. GIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹാർഡ്വെയർ കം സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു പാക്കാണ്. ഓക്കെ, അതിനകത്തുനിന്ന് നമുക്ക് ArcGIS എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ GISൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. ArcGIS കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കേണ്ട. അത് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കൂടി ചേർന്നിട്ടുള്ളതാണ് GIS. നമുക്കൊരു ലാൻഡിൻ്റെ കംപ്ലീറ്റ് ഡാറ്റാസും GIS യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളടക്കം നമുക്ക് കൃത്യമായിട്ട് GIS ന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് GPS കൂടെ ഇൻക്ലൂഡഡ് ആണ്. പൊസിഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി GPS കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? സിസ്റ്റം capable of holding and using information describing places on earth surface. നമ്മുടെ എർത്ത് സർഫസിലുള്ള ഏതൊരു സ്ഥലത്തിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും ഡാറ്റാസും കളക്ട് ചെയ്യുന്നതിനും അത് നമുക്ക് തരുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസാണ് GIS എന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ കം ഹാർഡ്വെയർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ GIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ആണ് നമ്മൾ ഇതിൻ്റെ ഹാർഡ്വെയർ കാര്യങ്ങളൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻസും ഒക്കെ. ഓക്കെ, നമുക്ക്
ഈ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രദേശത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിക്കാം. ഓക്കെ. GIS is designed to analyze, capture, manipulate, manage and present all kinds of geographical data, including information from maps, global positioning system and ubiquitous data like the location and landmarks. Ubiquitous എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു പഴുതുമില്ലാതെ എല്ലാ ഡാറ്റാസും ആര് തരുന്നുണ്ട്? നമ്മുടെ GIS നമുക്ക് തരുന്നുണ്ട്. ഓക്കെ. ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള എല്ലാവിധ ഇൻഫർമേഷൻസും നമുക്ക് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അത് അറ്റ് എ ടൈം എല്ലാ ഭാഗത്തുള്ള ഡാറ്റാസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം വെച്ച് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ റോഡ് സർവീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ റോഡിലൊക്കെയുള്ള പോട്ട് ഹോൾസ് ഉണ്ടാവും, അതായത് നമ്മുടെ ഗട്ടറുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഒരു റോഡ് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ GIS സോഫ്റ്റ്വെയർ വെച്ചിട്ട് റോഡിൻ്റെ അവിടെയുള്ള റട്ടുകൾ, അതുപോലെ തന്നെ അവിടെയുള്ള ഡിഫക്ട്സുകൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ GIS യൂസ് ചെയ്തിട്ട് നമുക്കതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡാറ്റാസൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആ റോഡിൻ്റെ ഡെവലപ്മെൻറ്റിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ആ ഡാറ്റാസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ റോഡ് ആക്സിഡൻറ്റ്സ് നടക്കുന്ന പ്രദേശത്തെ ലാൻഡ് യൂസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടുത്തെ ലാൻഡിൻ്റെ ടോപ്പോഗ്രഫി എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടുത്തെ ഓരോ വെഹിക്കിൾസിൻ്റെയും അവിടെ കൺജഷൻ ഉണ്ടാവാൻ സാധ്യത എന്തുകൊണ്ടാണ്, അതുപോലെ തന്നെ അവിടുത്തെ ആക്സിഡൻറ്റിനെ അനലൈസ് ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് GIS യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു പ്രദേശത്തിൻ്റെ ഏത് ടൈപ്പ് ഡാറ്റാസും നമുക്ക് GIS യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അവിടുത്തെ ലാൻഡിൻ്റെ ടൈപ്പാണോ, വെജിറ്റേറ്റീവ് കവറാണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് GIS യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. It can show data related to positions on Earth's surface and display different kinds of data on the map that enables people to see multiple data patterns and relationships. ഓക്കെ, നമുക്ക് ഒരു പോയിന്റിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ ആ പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് GIS സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ GPS കൂടെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് പൊസിഷൻസും കൃത്യമായിട്ട് തന്നെ കാണാൻ പറ്റും. Then GIS integrated both hardware and software in order to analyze and capture data that enables user to question, visualize and understand data in many different ways to reveal the pattern or trends in the form of chart, maps and reports. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സോ നമുക്ക് ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ ഒരു ലാൻഡിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്യുന്നതിനും നമുക്ക് മനസ്സിലാക്കി തരുന്നതിനും GISനെ കൊണ്ട് പറ്റും. ഓക്കെ, ദെൻ അത് നമുക്കൊരു ചാർട്ട് രൂപേണയോ അല്ലെങ്കിൽ മാപ്പായിട്ടോ ഒക്കെ നമുക്ക് GIS ന്ന് കിട്ടും, റിപ്പോർട്ട്സ് ആയിട്ടും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു പോട്ട് ഹോൾസ് അതുപോലെ ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ട്സ് ആയിട്ടായിരിക്കും വേണ്ടി വരിക. അപ്പോൾ അങ്ങനെ നമുക്ക് ഡാറ്റാസ് ഏതിന്ന് കളക്ട് ചെയ്യാം? GIS ന്ന് കളക്ട് ചെയ്യാം. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് GIS, അത് നിങ്ങൾ എന്ത് ചെയ്യാം? ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറയട്ടോ. മാപ്പിംഗ് ഓഫ് പ്ലേസസ് ഓഫ് ടൂറിസ്റ്റ് interest or pilgrimage both in hard copy and soft copy forms. അതായത് നമുക്കിപ്പോൾ പിൽഗ്രിമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തീർത്ഥാടകരൊക്കെ അല്ലേ,
അതുപോലെ ടൂറിസ്റ്റുകൾ അവർക്കൊക്കെ ഒരു പ്രദേശത്തിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് മാപ്സിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽസൊക്കെ GIS നമുക്ക് കിട്ടും. Then updating and digitization of wards, services, maps of different cities and towns for their betterment. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരണമെങ്കിലൊക്കെ നമുക്ക് GIS യൂസ് ചെയ്യാം. അപ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ ബിൽഡിങ്സ്, റോഡ്സ് അങ്ങനെയൊക്കെയുള്ള അവിടുത്തെ ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈൻസ്, വാട്ടർ സപ്ലൈ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ബെറ്റർമെൻറ്റ്, അതായത് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് നടത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് GISൻ്റെ ഹെൽപ്പ് നമുക്ക് തേടാം. കാരണം അവിടെ നിന്ന് ആ ഒരു പ്രദേശത്തിൻ്റെ കംപ്ലീറ്റ് ഡാറ്റാസ് നമുക്ക് GIS വെച്ചിട്ട് കളക്ട് ചെയ്യാം. Then consolidation of land holding and land recordsഉം അതുപോലെ ലാൻഡ് ഹോൾഡിങ്സിനൊക്കെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് എന്താ പറയുക, ഒന്ന് കംപ്രസ് ചെയ്യിപ്പിക്കാം. Then natural disaster management. Okay, disaster management യൂസ് ചെയ്യാം. അതുപോലെ planning of construction of roads, railways, dams, tunnels, ഡാമും ടണലും റെയിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ. അതുപോലെ തന്നെ അർബൻ ആൻഡ് റീജിയണൽ പ്ലാനിങ്. Okay, then development of accurate navigational maps both at ocean and water and land for better traffic flow and least risk of accidents. പറഞ്ഞു ആക്സിഡന്റ് ഏരിയാസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നതിനും അതുപോലെ തന്നെ ട്രാഫിക് ഫ്ലോവിൻ്റെ ഒക്കെ ബെറ്റർമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് GIS യൂസ് ചെയ്യാം. നാച്ചുറൽ മാനേജ്മെൻറ്റ്, നാച്ചുറൽ റിസോഴ്സ് മാനേജ് ചെയ്യുന്നതിന്. then monitoring environmental changes such as soil erosion, pollution, flood hazards, നമ്മുടെ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഹസാർഡ്സുകളാണ്. സോയിൽ ഇറോഷൻ, ഫ്ലഡ് പോലെയൊക്കെയുള്ള എന്തെങ്കിലും ഹസാർഡ്സ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നതിനൊക്കെ നമുക്ക് GIS ഹെൽപ്ഫുൾ ആണ്. ദെൻ കൺസർവേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ദെൻ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ലാൻഡ് യൂസ് പ്ലാൻസ്, റൂറൽ ആൻഡ് മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ ആൻഡ് ലാൻഡ് മാനേജ്മെൻറ്റ്, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് ആൻഡ് റിക്ലമേഷൻ പ്രോഡക്ട്സ്. റിക്ലമേഷൻ ഉദ്ദേശിക്കുന്നത് അതിനെ റിക്ലൈം ചെയ്യുന്ന പ്രോസസ്സാണ് കേട്ടോ. ദെൻ ബെറ്റർ ആൻഡ് ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി വിത്ത്, അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഴുതില്ലാണ്ട് എല്ലാ ഡാറ്റാസും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ GIS യൂസ് ചെയ്യുന്നത്. ദെൻ മാപ്സ് ആൻഡ് GIS ഫോർ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് ഫോർ കോമൺ അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിയൽ പൊസിഷൻസ്, ഫാക്ട്സ് ഇൻ ദെയർ ജോബ്സ്. ഗവൺമെൻറ് ഒഫീഷ്യൽസിനും അതുപോലെ ബാക്കി എല്ലാ ആൾക്കാർക്കും മാപ്പിൻ്റെ രൂപത്തിൽ നമുക്ക് GIS അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴേക്കും എൻ്റെ തൊണ്ടയൊക്കെ ആകെ പോയി കിടക്കാണ്. അതുകൊണ്ട് നിങ്ങളിതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളതിന് എന്ത് ചെയ്യുക, എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അസൈൻമെൻറ്റും എഴുതിയതാണ്. എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ സ്ലൈഡത്തെ നോട്ട്സ് എഴുതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കർവ്സ് ആണ്. അപ്പോൾ കർവ്സിലെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫോർത്ത് മോഡ്യൂൾ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അത് കാരണമാണ് കുറച്ച് സ്പീഡിൽ പോയത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.